നമസ്കാരം. പണ്ടൊക്കെ ദിലീപിന്റെ ഒരു സിനിമ വരാൻ കണ്ണും നട്ട് കാത്തിരുന്ന പ്രേക്ഷകർ ഇന്ന് ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു സംഭവം അരങ്ങേറിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതായത് സിനിമാ പ്രേമികൾ വീട്ടിലെ അംഗത്തെ പോലെ സ്നേഹിച്ചിരുന്ന ഒരു നടനെ വെറുക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരവസ്ഥ. എന്നാൽ സിനിമാ രംഗത്തുള്ള ആരും തന്നെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ കേസും വിവാദങ്ങളും വന്ന ശേഷം രാംലീലയ്ക്ക് ശേഷം റിലീസ് ചെയ്ത ദിലീപ് സിനിമകളൊന്നും നിലം തൊട്ടിട്ടുമില്ല. കോടികളാണ് ദിലീപ് സിനിമകളിലൂടെ നിർമ്മാതാക്കൾക്ക് നഷ്ടമായത്. വലിയൊരു തിരിച്ചുവരവ് നടത്താൻ ദിലീപ് ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ബബബ എന്ന സിനിമ എത്തിയത്. നടിയെ ആക്രമിച്ച കേസിൽ കോടതി വെറുതെ വിട്ടതിന് പിന്നാലെയാണ് ദിലീപിന്റെ തിരിച്ചുവരവ് ചിത്രം എന്ന വിശേഷണത്തോടെ ബബബ പുറത്തിറങ്ങിയത്. ആദ്യ ദിവസങ്ങളിൽ ദിലീപ് ആരാധകർ വലിയ ആഘോഷമാക്കിയെങ്കിലും സിനിമയ്ക്ക് വലിയ നെഗറ്റീവ് പ്രതികരണങ്ങളും ലഭിക്കുന്നുണ്ട്. അതിജീവിതയെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ ദിലീപിന്റെ സിനിമ കാണില്ലെന്ന് തീരുമാനമെടുത്ത് മാറി നിൽക്കുന്നുണ്ട്. അതിനിടെ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുമ്പോഴും കോടതി വെറുതെ വിട്ട ഒരാളുടെ സർഗാത്മകതയെ ബഹിഷ്കരിക്കാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കി ബബബ കണ്ട ശേഷമുള്ള അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് കേരളം ടൂറിസം വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് വാസുദേവ്. അദ്ദേഹം പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെ: ദിലീപ് ഫാൻസ് പൊറുക്കണം. ബബബ ആദ്യം ദിവസം തന്നെ കാണണമെന്ന് വിചാരിച്ചതാണ്. സ്ഥലത്തില്ലാതിരുന്നത് കൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. ശരിയായാലും തെറ്റായാലും കഴിഞ്ഞ 7-8 വർഷം കേരളത്തിന്റെ ഒരു പൊതുബോധ്യത്തിനൊപ്പം നിന്ന് ദിലീപിന്റെ സിനിമകൾ തിയേറ്ററിൽ പോയി കാണാതെ പഴയ കോമഡി സീനുകൾ മാത്രം ടിവിയിലും മൊബൈലിലും കണ്ട് ഒടുവിൽ വിധിക്ക് ശേഷം മതിയായ തെളിവുകളുടെ അഭാവത്തിൽ കോടതി അയാളെ വെറുതെ വിടുമ്പോൾ ഇനി അയാളുടെ സിനിമകൾ തിയേറ്ററിൽ പോയി കാണുമെന്ന് തന്നെ ഞാൻ എഴുതിയിരുന്നു. നിയമങ്ങളൊക്കെ നമ്മൾ റോഡിലും പലയിടത്തും അറിഞ്ഞോ അറിയാതെയോ തെറ്റിക്കാറുണ്ട്. പക്ഷെ അതുപോലെയല്ല ഒരു കോടതി വിധി. നമ്മുടെ പൊതുബോധ്യത്തിനെതിരെ ഒരു വിധി വരുമ്പോൾ നീതിന്യായ വ്യവസ്ഥയെ തെറി വിളിക്കുന്നതും ജഡ്ജിമാർ കാശ് വാങ്ങിയാണ് വിധി പുറപ്പെടുവിച്ചതെന്ന് ഘോരം പ്രസംഗിക്കുന്നതും നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ തന്നെയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ വെല്ലുവിളിക്കുന്നവർ വിളിച്ചോട്ടെ. അതിന്റെ ഫലം എന്തു തന്നെയായാലും അവർ അനുഭവിച്ചോട്ടെ. ആരെന്ത് പറഞ്ഞാലും നമ്മൾ ഇതിനില്ല, അതിനെ അനുകൂലിക്കുന്നുമില്ല. ദിലീപ് തന്റെ മേൽക്കോടതിയിൽ നിന്ന് അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ഒരു വിധി വരട്ടെ. അപ്പോൾ പിൻവലിച്ച ബഹിഷ്കരണം തുടരാമെന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു തെളിവുകളും മുന്നിലില്ലാതെ മാധ്യമങ്ങൾ എഴുന്നള്ളിക്കുന്ന ഊഹാപോഹങ്ങളിലും ചിലരോടുള്ള നമ്മുടെ സ്നേഹവിദ്വേഷങ്ങളുടെയും അടിസ്ഥാനത്തിൽ കോടതി വെറുതെ വിട്ട ഒരാളുടെ സർഗാത്മകതയെ ബഹിഷ്കരിക്കാൻ ഞാൻ തയ്യാറല്ല. ഇത് എഴുതുമ്പോഴും അതിജീവിതയുടെ പക്ഷത്ത് തന്നെ ഞാനും ഉറച്ചു നിൽക്കുന്നു. അതൊരു കാപട്യമല്ല, സത്യസന്ധമായ നിലപാട് തന്നെയാണ്. വിധിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ വനിത ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നത്. അത് സാഹചര്യ തെളിവുകൾ വച്ചല്ല, മറിച്ച് ഫോറൻസിക് പരിശോധനകളുടെ അടിസ്ഥാനത്തിലുമാണ് എന്നത് ആ കണ്ടെത്തലിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിജീവിതയോടൊപ്പം തന്നെയാണ്. ബാക്കിയെല്ലാം എത്രയോ പേർ ഇഴകീറി പരിശോധിച്ച് വ്യക്തമാക്കി കഴിഞ്ഞതുകൊണ്ട് അതിലേക്കൊന്നും പോകാൻ ഉദ്ദേശമില്ല. അപ്പോൾ പിന്നെ കൊട്ടേഷൻ കൊടുത്തതാര്? മുഖ്യപ്രതി ചുമ്മാതങ്ങ് ചെയ്തതാണോ? മെമ്മറി കാർഡ് മാറ്റിയതാര് എന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ ഞാനാളല്ല. അതൊക്കെ തന്നെയാണ് കോടതി ഇഴകീറി പരിശോധിച്ച് ഇത്രയും പേജുകളിലായി വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദയവായി അത്തരം ചോദ്യങ്ങളും ന്യായാന്യായങ്ങളും നിരത്തി ദയവായി ഇങ്ങോട്ട് വരരുത്. ഇത്രയും എഴുതിയില്ലെങ്കിൽ കാര്യമറിയാതെ കമന്റാൻ ചിലർ ഓടിയെത്തും എന്നതുകൊണ്ടാണ് എഴുതിയത് തന്നെ. എന്റെ പോസ്റ്റുകളുടെ സ്ഥിരം വായനക്കാരിൽ കമന്റ് ഇടുന്നവർ 90% സ്ത്രീകളാണ്. സ്ത്രീപക്ഷത്തു നിന്ന് തന്നെ കാര്യങ്ങളെ കാണാനും വിലയിരുത്താനുമാണ് എനിക്കിഷ്ടവും. എന്നാൽ എല്ലാം എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അവർ വിശ്വസിക്കുന്ന രീതിയിൽ എഴുതാൻ കഴിഞ്ഞു എന്ന് വരില്ല. ക്ഷമിക്കുക. നിങ്ങൾക്ക് ആരുടെയൊപ്പവും നിൽക്കാൻ അവകാശമുള്ളതുപോലെ എനിക്കും ആ അവകാശം ദയവായി തരിക. നാർസിസത്തെക്കുറിച്ചും ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ എഴുതുമ്പോൾ അതിലെല്ലാം ഞാൻ പുരുഷന്മാരെ മാത്രം കുഴപ്പക്കാരാക്കി ചിതറികരിക്കൂ എന്ന് പറഞ്ഞ് ചുരുക്കം ചിലരുമുണ്ട് താനും. എന്നാൽ സ്ത്രീപക്ഷത്ത് നിന്നാലും അത്തരം വിഷയങ്ങളിൽ ഞാൻ ബാലൻസ്ഡ് ആയിട്ട് എഴുതാറുള്ളൂ എന്നതാണ് വാസ്തവം. എന്നാൽ സ്ത്രീപക്ഷത്ത് നിൽക്കുന്നു എന്നതുകൊണ്ട് എല്ലാ പൊതുബോധ്യങ്ങളെയും അംഗീകരിക്കുന്നു എന്ന് അതിനർത്ഥമില്ല, സാധ്യവുമല്ല. ഈ വിഷയത്തിൽ ഇതൊക്കെ കൊണ്ട് തന്നെ മേൽ പറഞ്ഞതാണ് എന്റെ നിലപാട്. കോടതിയുടെ കണ്ടെത്തലിനൊപ്പം മാത്രമേ ഈ നിമിഷം നിൽക്കാൻ എനിക്ക് കഴിയുകയുള്ളൂ. ബബബയിലേക്ക് വരാം. SL തിയേറ്ററിൽ ഏറ്റവും മുന്നിൽ നിന്നും 2ാം നിരയിലാണ് സീറ്റ് കിട്ടിയത്. ടിക്കറ്റ് എടുത്ത മോൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അത്രയും മുന്നിൽ പോയിരുന്ന് ഞാൻ കാണില്ലായിരുന്നു. ഒട്ടും പറ്റുന്നതല്ല അത്. ആദ്യത്തെ അരമണിക്കൂർ സ്ക്രീൻ ബഹളം കണ്ടു കഴിഞ്ഞ് 3ാം നിരയിൽ ഒഴിഞ്ഞു കിടന്ന ഒരു കോർണർ സീറ്റിലേക്ക് മാറി. അവിടെ ചെന്നിരുന്നത് മാത്രം എനിക്കറിയാം. പിന്നെ വാച്ച് നോക്കുമ്പോൾ സമയം 2:35 PM. സിനിമ തുടങ്ങിയത് 1:45. അതായത് ഏകദേശം 20 മിനിറ്റ് ഒന്നും അറിയാത്ത സുഖമായി ഉറങ്ങി. സ്പൂഫ് എന്നോ മാസ് എന്നോ അഴിഞ്ഞാട്ടമെന്നോ റെഫറൻസുകൾ എന്നോ എന്ത് തന്നെ വിളിച്ചാലും ലേശവും സഹിക്കാൻ മനസ്സുണ്ടാക്കി കാണില്ല. അതാവും ഗാഠനിദ്രയിലേക്ക് കൂപ്പ് കുത്തിയത്. അതുമല്ല, 2ാം ഭാഗത്തിൽ നിദ്രാദേവത ഒഴിഞ്ഞു പോകുമെന്ന് കരുതി ഒരു രക്ഷയും ഇല്ലായിരുന്നു. മോഹൻലാലിനെയൊക്കെ മിന്നായം പോലെ കണ്ട ഒരു ഓർമ്മയുണ്ട്. ചിലപ്പോൾ പ്രായത്തിന്റെ പ്രശ്നമായിരിക്കും. സത്യത്തിൽ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു സിനിമ കണ്ടും ഇത്ര ഉറങ്ങിയിട്ടില്ല. പക്ഷെ 3-4 സീറ്റ് ഒഴിച്ചാൽ തിയേറ്റർ നിറഞ്ഞിരുന്നു. മക്കളിൽ ഒരാൾ കുഴപ്പമില്ലാത്ത എന്റർടൈനർ എന്ന് പറഞ്ഞപ്പോൾ മറ്റവൻ അഭിപ്രായം പറയാൻ തന്നെ മടിച്ചു. ഇനിയും ഒരാൾക്ക് തീരെ കണക്റ്റ് ആയില്ല.
ആ തിരക്ക് കണക്കിലെടുത്താൽ സിനിമ സാമ്പത്തിക വിജയമായിരിക്കാം. പക്ഷെ തിരിച്ചു വരാൻ ദിലീപ് തെരഞ്ഞെടുത്ത സിനിമ വൻ സർഗാത്മക ദുരന്തമായി പോയി എന്ന് പറയാതെ വയ്യ. കടുത്ത സമ്മർദ്ദ കാലഘട്ടത്തിൽ അഭിനയിച്ചത് കൊണ്ടാവാം ഉണർന്നിരുന്ന് കണ്ട സീനുകൾ ദിലീപ് ഒട്ടും ശോഭിച്ചതായി തോന്നിയതുമില്ല. അതുകൊണ്ട് തന്നെ ഭയഭക്തി ബഹുമാനം ശരിക്കും റിവ്യൂ ചെയ്യാൻ ഞാൻ ആളല്ല എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. അതേസമയം ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ബബബ പരാജയപ്പെട്ടതിൽ അതിന് ഉത്തരവാദി ദിലീപ് അല്ലെന്ന് സംവിധായകൻ ജോസ് തോമസ് പറയുന്നു. ഈ സിനിമ പരാജയപ്പെട്ടാൽ ഇവിടെ ദിലീപിന്റെ എതിരാളികൾ കൈകൊട്ടിപ്പാടും, നൃത്തം ചെയ്യും. ആ സിനിമയെ ഞങ്ങൾ പരാജയപ്പെടുത്തിയില്ലെന്ന് പറയും. എന്നാൽ സിനിമ പരാജയപ്പെടുന്നത് സിനിമയ്ക്ക് മെറിറ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. നടിയുടെ കേസ് വിധിയെക്കുറിച്ചും ദിലീപിനെ കുറിച്ചും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദിലീപിനെ കരുതിക്കൂട്ടി കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതിന് ഒരു കാരണമുണ്ട്. ഈ കേസിൽ നിന്നും ദിലീപിനെ വെറുതെ വിട്ടതിനു ശേഷവും പൊതുസമൂഹത്തിൽ മീഡിയ ഉൾപ്പെടെ അത് ദിലീപ് തന്നെയാണെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനർത്ഥം ഇത് ദിലീപിനെ കുരുക്കാൻ വേണ്ടി ചെയ്തത് തന്നെയാണെന്നാണ്. അല്ലെങ്കിൽ കോടതി വെറുതെ വിട്ടു കഴിയുമ്പോൾ ഈ മഹാത്മാന്മാരും മഹതികളും പറയേണ്ടത് എന്താണ്? കോടതി വിധി അങ്ങനെയാണെങ്കിൽ കോടതി വിധിയെ ഞങ്ങൾ മാനിക്കുന്നു. ഇനി അപ്പീൽ പോയിട്ട് തിരിച്ച് ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അപ്പോൾ സംസാരിക്കാം എന്നല്ലേ? ഇവിടെ പിണറായി വിജയൻ അതിജീവിതയ്ക്ക് വാക്കുകൊടുത്തു, ഞങ്ങൾ നിനക്കൊപ്പമാണ്, ഞങ്ങൾ അപ്പീലിന് പോകും. അതായത് ദിലീപിന് ശിക്ഷിക്കാത്തതിനെതിരെ ഞങ്ങൾ അപ്പീലിന് പോകുന്നുവെന്ന്. അപ്പോൾ ദിലീപിനെതിരാണ് നിങ്ങൾ എന്നത് സത്യമല്ലേ? ദിലീപ് നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? നിങ്ങൾ അപ്പീലിന് പോകുന്നത് ഇപ്പോൾ ഈ 6 പ്രതികൾക്ക് കൊടുത്ത ശിക്ഷ കുറഞ്ഞുപോയി എന്ന് പറയാനാണെങ്കിൽ അത് ശരിയാണ്. എന്നാൽ നിങ്ങൾ ദിലീപിനെ ശിക്ഷിക്കാത്തത് ശരിയായില്ല എന്ന് അതിന് അപ്പീലിന് പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അവൾക്കൊപ്പമല്ല, നിങ്ങൾ മനുഷ്യർക്കൊപ്പമല്ല, നിങ്ങൾ വോട്ടിനൊപ്പമാണ്. നിങ്ങൾ ജനങ്ങളുടെ വോട്ട് നേടാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന കുതന്ത്രങ്ങളാണിത്. ഇത് മുഖ്യമന്ത്രിയോടാണെങ്കിലും പറയേണ്ടി വരും. ഇനി ദിലീപിന്റെ സിനിമ കാണാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ താമസിച്ചത് പോലും ബബബ തിയേറ്ററിൽ പോയി ഒന്ന് കാണാൻ വേണ്ടിയായിരുന്നു. ഇന്നലെ കുടുംബസമേതം തിയേറ്ററിൽ പോയി കണ്ടു. 70% സ്ത്രീകളായിരുന്നു ആ തിയേറ്ററിൽ. അപ്പോൾ ഈ പറയുന്ന ദിലീപിനെ ചീത്ത വിളിക്കുന്ന 10% സ്ത്രീകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 10% മനുഷ്യരുണ്ടെങ്കിൽ അവർക്കൊപ്പമല്ല പൊതുസമൂഹം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അശ്വന്ത് കോക്ക് ആദ്യം റിവ്യൂ ചെയ്തിരുന്നു, വളരെ മോശമാണെന്ന് പറഞ്ഞു. ശരിയാണ്, എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് സിനിമ ഓടില്ല എന്നൊന്നുമില്ല. സിനിമ ഓടുന്നില്ലെങ്കിൽ അത് അഭിനയിച്ച നടന്റെയോ നടിയുടെയോ കുഴപ്പമല്ല, സിനിമയുടെ കുഴപ്പമാണ്. അത് ആദ്യം മനസ്സിലാക്കണം. ദിലീപിന് രാമലീല ഓടുമ്പോൾ ദിലീപ് ജയിലിലായിരുന്നു. രാമലീല സൂപ്പർ ഹിറ്റ് ആയിരുന്നു. സച്ചി എന്ന പ്രതിപാദനനായ ആളുടെ തിരക്കഥയായിരുന്നു. എന്നാൽ ഇവിടെ വളരെ ബാലിഷ്യമായ ഒരു തിരക്കഥയിൽ ഒരു സിനിമ തട്ടിക്കൂട്ടി. ഞാനൊരു ട്രോൾ കണ്ടു. നൂറിൻ ഷെരീഫ് എന്ന് പറയുന്ന നടി അവളുടെ ഭർത്താവും കൂടിയാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അവൾക്കൊപ്പം എന്ന് പറയുന്നതിന് പകരം അവനൊപ്പം ആയിരുന്നു. അവനൊപ്പം ഒരു സ്ക്രിപ്റ്റ് എഴുതി, എന്നിട്ട് അവനെ തകർക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ആ ട്രോൾ. ഇനി അതിജീവിതയ്ക്കൊപ്പം നിന്നുകൊണ്ട് ദിലീപിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചതാണോ ഈ റൈറ്റർ എന്ന് എനിക്കറിയില്ല. എങ്കിലും ദിലീപിന് ഒരു ബോധമില്ലേ? മോഹൻലാലിന് ഒരു സെൻസ് ഇല്ലേ? നിർമ്മാതാവിന് അറിയില്ലേ ഈ സിനിമ ഇങ്ങനെ എടുത്താൽ പരാജയപ്പെടുമെന്ന്? അപ്പോൾ ഈ സിനിമ പരാജയപ്പെട്ടാൽ ഇവിടെ ദിലീപിന്റെ എതിരാളികൾ കൈകുട്ടിപ്പാടും, നൃത്തം ചെയ്യും. ആ സിനിമയെ ഞങ്ങൾ പരാജയപ്പെടുത്തിയിട്ടില്ലെന്ന് പറയും. സുഹൃത്തുക്കൾ ഒന്ന് മനസ്സിലാക്കുക, സിനിമ പരാജയപ്പെടുന്നത് സിനിമയ്ക്ക് മെറിറ്റ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്.